ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നദാൻ്റെ ഗിഫ്റ്റാണ്. ഡ്രോ ചെയ്താണോ? ഇത് നദാൻ്റെ വക. ഞങ്ങൾ ഇന്നലെ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയതാ. നോട്ടെ, കണ്ട, ഹാപ്പി ബർത്ത്ഡേ വായിക്കുന്നതാ. അപ്പോൾ സ്റ്റാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കണത്. സ്റ്റാൻസിക്ക് എവിടെയാണ് നമ്മൾ സർപ്രൈസ് എന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. 1, 2 അല്ല, 3, 4 സർപ്രൈസുകളാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് മോളിൽ വന്നേക്കുവാണ്. അപ്പോൾ സ്റ്റാൻസിക്ക് അറിയില്ല എവിടെ പോണേന്നുള്ളത്. സ്റ്റാൻസി, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എവിടെ പോണേന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഞാനത് സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ ദൂരത്താന്ന് തോന്നുന്നു. ദൂരത്ത് എവിടെ പോണേന്ന് എനിക്കറിയില്ല. നീ പോണോ? JB എന്നല്ല, നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്. അതെ, നമ്മൾ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടില്ല. ബാ, ഇവിടെ ഒരുപാട് തവണ വന്നിട്ടില്ല. സർപ്രൈസ് ആയിട്ട് ഞാൻ സ്റ്റാൻസിനെ എത്തിച്ചത് പാസ്കോസ് എന്ന് പറഞ്ഞ ന്യൂസിലാൻഡിലെ ജ്വല്ലറിയിലാണ്. അവർക്ക് അത്യാവശ്യം നല്ല മോഡൽസ് ഉണ്ട്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് അവിടെ നിന്ന് ഈ സാധനങ്ങൾ കിട്ടുക. ജോലിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് പാസ്കോസിനെ പരിചയപ്പെട്ടത്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് അവരായിട്ടൊരു കണക്ഷൻ പോലും ഇല്ല. ഒരു ജ്വല്ലറിനെ കുറിച്ച് അറിവ് കിട്ടി. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവിടെ വാച്ചസും ഒരുപാട് ജ്വല്ലറീസ് എല്ലാം അവൈലബിൾ കേട്ടോ. എന്തായാലും ന്യൂസിലാൻഡിൽ സ്റ്റാൻസി ഇതുപോലെ സർപ്രൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കുഞ്ഞാ, പറ, ഈ സർപ്രൈസ് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ. കണ്ട, താങ്ക് യു. അവളത് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ന്യൂസിലാൻഡിൽ പൊതുവേ ഗോൾഡ് ഷോപ്സ് ഇല്ല. അപ്പോൾ ഗോൾഡ് ഷോപ്സ് ഇല്ലാത്തത് കൊണ്ട് അവൾ ഗോൾഡ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. ഞെട്ടിപ്പോയിട്ടുണ്ടായാലും. ഇനി അടുത്ത സർപ്രൈസിലേക്ക് പോവാം. ഇഷ്ടമായ? അപ്പോൾ ഫസ്റ്റ് സർപ്രൈസ് കഴിഞ്ഞു. സെക്കൻഡ് സർപ്രൈസ്. അപ്പോൾ നമ്മൾ പാസ്കോസിൽ നിന്ന് ഗോൾഡ് വാങ്ങിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ പോകുന്നത് അടുത്ത കടയിലേക്കാണ്. നിനക്ക് അടുത്തത് എവിടെ പോകണമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സർപ്രൈസ് ഒന്നും വേണ്ട, ഞാൻ ഹാപ്പി. എനിക്കത് മതി. എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോന്ന് പറ. ഫുഡ് കഴിക്കാനായിരിക്കും. ആയിരിക്കും ചിലപ്പോൾ, നമുക്ക് നോക്കാം, കാണാം. നമ്മൾ അടുത്ത സർപ്രൈസിനായിട്ട് സ്റ്റാൻസിനെ കൊണ്ടുപോകുന്നത് സ്കൈ ടവറിൻ്റെ മുകളിലാണ്. അവിടെ കാണുന്നുണ്ട്. ഓക്കെ, സ്കൈ ടവറിൻ്റെ മുകളിലാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും സ്കൈ ടവറിൻ്റെ പൊക്കത്ത് കയറണമെന്ന്. ഞാനവിടെ ഒരു ഡിന്നർ ബുക്ക് ചെയ്യാൻ നോക്കി, ടേബിൾ ബിസി ആയതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നേരിട്ട് പോകാമെന്ന് വെച്ചു. നേരിട്ട് പോയി സ്കൈ ടവറിൻ്റെ പൊക്കത്ത് കയറി സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അവിടെ ടേബിൾ എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ കഴിക്കാമെന്ന് വെച്ചു. വന്നുണ്ട്, ഒന്നും അറിയാതെ വരുന്ന സ്റ്റാൻസി. ക്ലൂ എന്ന് പറഞ്ഞാൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ പാർക്കിംഗ് എത്തി. ഇനിയിപ്പോൾ റിവീൽ ചെയ്യാം അല്ലേ? എവിടെ പോണേ? നമ്മൾ സ്കൈ സിറ്റിയിലാണ് പോണേ, സ്കൈ ടവറിൽ. സ്കൈ ടവറിൽ കയറിയിട്ടില്ലല്ലോ, എന്നാ കയറാം. ബാ, അതാ കയറിട്ടുണ്ടോ സ്കൈ ടവറിൽ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ സ്കൈ ടവറിൽ കയറിയിട്ടില്ല. കേറാം സ്കൈ ടവറിൽ ബർത്ത്ഡേ ആയിട്ട്. അപ്പൊ നമ്മൾ സ്കൈ ടവറിൽ കയറാൻ വന്നപ്പോൾ ഇവിടെ ഒരു അടിപൊളി റേസിംഗ് കാർ കിടക്കുന്നു. അതുപോലെ ഇതാണ് സ്കൈ ടവർ. ഓക്ലാൻഡിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടവറാണ്. ഒരുപാട് സിറ്റീസിൽ ഇതുപോലുള്ള ഒരു ഐക്കോണിക് ടവർ അവരുണ്ടാക്കി വെക്കാറുണ്ട്. നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ തന്നെ ഒരു ഐക്കോണിക് ടവർ എന്ന് പറയാം സ്കൈ ടവർ. സ്കൈ ടവറിൽ വരുമെന്ന് നീ പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ലേ? നീ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും സ്കൈ ടവറിൽ കയറണം എന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൈ ടവറിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്.
ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, സ്കൈ ടവർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്കൈ ടവറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവർ ഇതുപോലത്തെ കുറേ കിയോസ്ക് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ ടച്ച് ചെയ്ത് നമുക്ക് ടിക്കറ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫാമിലി 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ, അത് 2 അഡൽറ്റും 2 കുട്ടികളുണ്ടെങ്കിൽ ഫാമിലിയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ ഒരു അഡൽറ്റിന് 47 രൂപ, 3-നും 9-നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ 25 രൂപ. ഇൻഫൻറ്റിന് ഫ്രീ ആയിട്ട് പോവാം. പിന്നെ സീനിയർ സിറ്റിസണിന് 7 രൂപ കുറവുണ്ട്, 40 രൂപ ആവുന്നുള്ളൂ. ഞാൻ എന്താ നല്ല രീതിയിലൊരു ഷോട്ട് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോസ് അടിച്ച് ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. സോറി, രൂപയല്ല, അതാ ടിക്കറ്റ് കാണിച്ചേട്ടാ. ഓ, സോ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. പോവാം. നമ്മളൊരു ലിഫ്റ്റിലേക്ക് കയറാൻ പോവാം. നമ്മൾ വരുമ്പോൾ കുറേ പേര് ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ഇറങ്ങുന്നുണ്ട്. സോ അമ്മേ, ഇത് താഴത്തൊരു ഗ്ലാസ് ഉണ്ട്. ചിലപ്പോൾ മുകളിലേക്ക് പൊങ്ങുമ്പോൾ അത് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫ്ലോർ 1-ലാണ്. സോ ലിഫ്റ്റ് സ്റ്റാർട്ടായി. ടപ്പാന്നാണ് ഫ്ലോർ പോണത്. ഫ്ലോർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. 28 പേർക്ക് കയറാവുന്ന ഒരു ലിഫ്റ്റാണ് കാണിക്കുന്നത്. ഓ ഗോഡ്, ഓപ്പൺ ലിഫ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ 42ാമത്തെ ഫ്ലോറിൽ 50 അടിക്കാറായി. ഇത് ഗ്ലാസ് ആണ്, ക്യാമറയിൽ വ്യക്തമല്ല, പക്ഷെ താഴെ വരെ കാണാൻ പറ്റും. 51-ലാ? ഓക്കെ, 51-ലാണ് ഒബ്സർവേഷൻ ഡെസ്ക്. ഓ, നമ്മളിവിടെ എത്തി. മൈ ഗോഡ്, പേടിയാവുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോ. അതാ സൂക്ഷിച്ചിട്ടാ. ഫുൾ ഓക്ലാൻഡ് കാണാം. നല്ലൊരു സൺസെറ്റ് അവിടെ നിന്ന് കാണാം.